ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ദൈവവിഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ ഉടയാടകൾക്കും ആഭരണങ്ങൾക്കും മഹാദേവ ക്രിയേഷൻസ്, ഓപ്പോസിറ്റ് വെണ്ണിക്കൽ ശിവക്ഷേത്രം, കോതുകുളം, വലപ്പാട്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ കോസ്മോസിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 28, 29, 30 തീയതികളിൽ മതിലകത്ത് നടക്കും. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകം സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന കോസ്മോസിൻ്റെ സഹകരണത്തോടെ സംസ്ഥാന ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഈ വരുന്ന ഓഗസ്റ്റ് 28, 29, 30 തീയതികളിലായിട്ട് മതിലകത്ത് വെച്ച് നടത്തപ്പെടുകയാണ്. വോളിബോളിൻ്റെ ഈറ്റില്ലമായ മതിലകത്ത് ഈ മത്സരത്തിന് ആവേശകരമായിട്ടുള്ള ഒരു വരവേൽപ്പാണ് ജനങ്ങൾ നൽകുന്നത്. ഒരു വലിയ സംഘാടക സമിതി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. MLA വത്സരാജ്, ശ്രീ KK വത്സരാജ് ചെയർമാനും, ഹംസ വൈപ്പിപ്പാടത്ത് ജനറൽ കൺവീനറും, ഷിബു വർഗീസ് ട്രഷററുമായിട്ട് വിപുലമായ ഒരു സംഘാടക സമിതിയും ഒരുപാട് സബ് കമ്മിറ്റികളും ഇതിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് രൂപീകരിച്ച് വളരെ ആവേശകരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുക്കങ്ങൾ ഏകദേശം പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ്. 225 ആൺകുട്ടികളും 225 പെൺകുട്ടികളുമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 28 ടീമുകളാണ്. ഓഗസ്റ്റ് 28 ഉച്ചയ്ക്ക് 2 മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. KK വത്സരാജ് MLA അധ്യക്ഷത വഹിക്കും. മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാതിക്കോട് അൽ അഖ്സ പബ്ലിക് സ്കൂൾ, കാതിക്കോട് ജവഹർ ലൈബ്രറി, ഇമാമു നഗർ, പുന്നയ്ക്ക ബസാർ സാംസ്കാരിക കേന്ദ്രം എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. അണ്ടർ 17 ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ വെച്ച് 28, 29, 30 ദിവസങ്ങളിലായിട്ട് നടക്കാൻ പോവുകയാണ്. 27-ാം തീയതി വൈകിട്ട് മുതൽ ടീമുകൾ റിപ്പോർട്ട് ചെയ്യും. കാലത്ത് 8 മണിക്ക്, 28-ാം തീയതി കാലത്ത് 8 മണിക്ക്, വെള്ളിയാഴ്ച 8 മണിക്ക് മത്സരങ്ങൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉദ്ഘാടന സമ്മേളനം. മന്ത്രി OJ ജനീഷ് പങ്കെടുക്കുന്ന ഉദ്ഘാടന സമ്മേളനം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നടക്കുന്നത്. അതിന് കാരണമുണ്ട്, എല്ലാ ടീമുകളും കാലത്ത് റിപ്പോർട്ട് ചെയ്യില്ല. കാലത്ത് 8 മണിക്ക് തുടങ്ങുന്ന കളികൾക്ക് ഉള്ളവർ തലേദിവസം 7 മണിക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യും. മൊത്തം 28 ടീമുകൾ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിൽ നിന്നുമായിട്ട് ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരും കുറവില്ല. അപ്പോൾ ഒരു ടീമിൽ മാനേജരും കോച്ചും കുട്ടികളും അടക്കം 16 ആൾ ഒരു ടീമിൽ വരും. 16-ന് 28 കൂട്ടുമ്പോൾ ഏകദേശം 448 പങ്കെടുക്കുന്നവർ തന്നെ ഉണ്ടാവും. പിന്നെ അതുകൂടാതെ സംസ്ഥാന ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാരവാഹികൾ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികൾ, ജില്ലാ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഭാരവാഹികൾ എല്ലാവരും ഇക്കാര്യം ഇവിടെ പങ്കെടുക്കുന്നതായിരിക്കും. കേരളത്തിലെ 14 ജില്ലകളെ പ്രതിനിധീകരിച്ച 28 പുരുഷ വനിതാ ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. KK വത്സരാജ് MLA ചെയർമാനും ഹംസ വൈപ്പിപ്പാടത്ത് ജനറൽ കൺവീനറും ഷിബു വർഗീസ് ട്രഷററുമായ വിപുലമായ സംഘാടക സമിതിയാണ് ചാമ്പ്യൻഷിപ്പിന്റെ ഒരുക്കങ്ങൾ നടത്തുന്നത്. 225 പെൺകുട്ടികൾക്ക് കാതിക്കോട് അൽ അഖ്സ പബ്ലിക് സ്കൂളിലും 225 ആൺകുട്ടികൾക്ക് മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അത്രയധികം കായിക പ്രേമികൾ വോളിബോളോട് ഉള്ള കരുമാറ്റത്തോടുണ്ട്. ഒന്ന് ചോദിച്ചാൽ മതി, എല്ലാവരും അതിൻ്റെ ഏത് എമൗണ്ട് പറഞ്ഞാലും സഹകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടും പല സ്ഥാപനങ്ങൾ, പല കോളേജുകൾ, അങ്ങനെ എല്ലാവരും വളരെ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഒരു സാമ്പത്തികം നമ്മൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ പിന്നിൽ നടക്കുന്നു. 8 വരുമ്പോൾ നടക്കുമ്പോഴേക്കും ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും
ഒഫീഷ്യൽക്കുള്ള ഭക്ഷണം മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് തന്നെ ഈ കുട്ടികൾക്കുള്ള ഭക്ഷണം 2 സ്കൂളിലായിട്ട് ചെയ്യുന്നത്. ഒരു 450 കുട്ടികളുണ്ട്, 225 പെൺകുട്ടികളും 225 ആൺകുട്ടികളും. അവർക്കുള്ള ഭക്ഷണം 3 നേരം ഭക്ഷണം, നല്ല ഭക്ഷണം, നല്ല താമസം, ഇതാണ് നമ്മുടെ അടുത്ത് മെയിനായിട്ട് എക്സ്പെൻസ്. പിന്നെ ഒരു ഓഫീഷ്യൽസിൻ്റെ താമസം, അവരുടെ ഭക്ഷണം, ട്രാൻസ്പോർട്ടേഷൻ, ഈ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് കേരളത്തിൽ വേറെ എവിടെ നടത്തിയാലും അതിന് നല്ല മികച്ച രീതിയിൽ നടത്താവുന്ന ഒരു രീതിയിൽ നല്ല ഫുഡും നല്ല അക്കോമഡേഷനും നല്ല ബാത്റൂം സൗകര്യങ്ങളെല്ലാം കൊടുത്ത് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കളിക്കാർ, ഒഫീഷ്യൽസ്, വോളണ്ടിയർമാർ എന്നിവരടക്കം 500 പേർക്ക് 3 ദിവസവും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. വനിതാ വിഭാഗത്തിലെ വിജയികൾക്ക് ഏറാട്ടുപറമ്പിൽ മെഹബൂബ് മെമ്മോറിയൽ ട്രോഫിയും പുരുഷ വിഭാഗത്തിലെ വിജയികൾക്ക് വാടയിൽ ജോസഫ് മാസ്റ്റർ ആൻഡ് ട്രേസി ടീച്ചർ മെമ്മോറിയൽ ട്രോഫിയും സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കെ വത്സരാജ് MLA, വർക്കിംഗ് ചെയർമാൻ VK മുജീബ് റഹ്മാൻ, ജനറൽ സെക്രട്ടറി സാലി ലൂയിസ്, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് സാബാൻ, കൺവീനർ ജോഷി ജോർജ് പടമാടൻ, വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി സാജു ലൂയിസ് എന്നിവർ പങ്കെടുത്തു. എന്തോ എന്റെ കണ്ണന് വെച്ച ഉടയാട കിട്ടോ? പിന്നല്ലാതെ എല്ലാ വിഗ്രഹങ്ങൾക്കുള്ള ഉടയാടകളുണ്ട്. ഓരോ ദൈവിക രൂപത്തിനും, ക്ഷേത്ര വിഗ്രഹങ്ങൾക്കാകട്ടെ പൂജാമുറികളിലുള്ള വിഗ്രഹങ്ങൾക്കായാലും ഭക്തി സൗന്ദര്യം നൽകുന്ന നിരവധിയായിട്ടുള്ള ഉടയാടകളും ആഭരണങ്ങളും ഇവിടെയുണ്ട്. ഓരോ വീടിന് അനുയോജ്യമായിട്ടുള്ള പൂജാമുറികളും വിഗ്രഹങ്ങളും ആത്മീയ സ്പർശം നൽകുന്ന മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റങ്ങളും ഇവിടെ ലഭ്യമാണ്. നമ്മുടെ പാരമ്പര്യമുയർത്തുന്ന മനോഹരമായ ട്രഡീഷണൽ വസ്ത്രശേഖരത്തിന്റെ ഉറവിടം കൂടിയാണ് മഹാദേവ ക്രിയേഷൻസ്. Always one step ahead in quality and trust. Mahadeva Creations, opposite Vennikal Shiva Temple, Kodugulam, Valapadu.